നമ്മുടെ മുഖ്യമന്ത്രി ഇന്ന് പുലർച്ചെ നെടുമ്പാശ്ശേരിയിൽ നിന്ന് ദുബായിക്ക് പോയി. അങ്ങനെ പെട്ടെന്ന് ആരും അറിഞ്ഞില്ലേ? ഞാൻ അറിഞ്ഞില്ല, സത്യത്തിൽ ഞാൻ അറിഞ്ഞില്ല. ഇന്നിപ്പോൾ പത്രങ്ങളിലൊന്നുമില്ല. വെളുപ്പിനെ പോയി എന്നിപ്പോൾ ചാനൽ വാർത്തകളിൽ വരുന്നുണ്ട്. വെളുപ്പിനെ മുങ്ങി എന്ന് പറയാൻ പറ്റുമോ? അല്ല, വെളുപ്പിനെയൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ അങ്ങനെയല്ലേ പറയാൻ പറ്റുമോ? സാധാരണ മുഖ്യമന്ത്രി എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ നേരത്തെ നാട്ടുകാരെ അറിയിക്കുക, ക്യാബിനറ്റിലുള്ളവരെ അറിയിക്കുക, ആർക്കാണ് ചാർജ് എന്ന് പറഞ്ഞ് ചാർജ് കൊടുക്കുക. ഈ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് 24 മണിക്കൂർ ജോലിയാണല്ല, അത് 10 മുതൽ 5 വരെയുള്ള സർക്കാർ ഉദ്യോഗസ്ഥനല്ല മുഖ്യമന്ത്രി. ഈസ് ദ ചീഫ് മിനിസ്റ്റർ 24 hours 365 days. ഇപ്പോൾ ഒരു എമർജൻസി ഇവിടെ വരുന്നു, മുഖ്യമന്ത്രിയാണ് അതിൽ ഒരു തീരുമാനം എടുക്കേണ്ടത്. ആരാ മുഖ്യമന്ത്രി? ഫോണിൽ തീരുമാനം എടുക്കും. പുള്ളി പണ്ട് ഐഫോണിൽ ഒപ്പിട്ട് അയച്ചു എന്നൊക്കെ പറഞ്ഞാൽ അതുപോലത്തെ കലാപരിപാടി. ടെക്നോളജിയൊക്കെ മാറിയില്ലേ? ടെക്നോളജി മാറിയത് കൊണ്ട് മുഖ്യമന്ത്രി മാറാൻ പാടില്ല. യു ഹാവ് ടു എൻട്രസ്റ്റ് ദാറ്റ് ജോബ് ടു സമ്മൺ. കേജ്രിവാളിന് വകുപ്പില്ല മന്ത്രിയാണ്, അതറിയില്ലേ? കേജ്രിവാളിന് കയ്യിൽ ഒരു വകുപ്പും വെച്ചിട്ടില്ല, മുഖ്യമന്ത്രിയാണ് പുള്ളി. സകല വകുപ്പുകളും മറ്റു മന്ത്രിമാരുടെ കയ്യിലാണ്. അതാണ് അയാൾ ഞാൻ ജയിലിലിരുന്ന് ഭരിച്ചോളാം, കാരണം ഈ കൊഞ്ഞാണം വേണ്ട ഭരിക്കാൻ, മന്ത്രിമാർ മതി. അവിടെ ലഫ്റ്റനന്റ് ഗവർണറുണ്ട്. ഇയാൾ ഈ പിണറായി വിജയൻ്റെ അധികാര പരിധിയൊന്നും അല്ല കേജ്രിവാളിനുള്ളത്. കേജ്രിവാൾ ഈസ് എ സ്മോൾ അഡ്മിനിസ്ട്രേറ്റർ, നമ്മുടെ മേയർ അനിൽകുമാറിനെ പോലെ. അത്രയൊക്കെ ഉള്ളൂ. പോലും ഇല്ലെന്ന് തോന്നുന്നു. ഡൽഹിയിലെ ആര്യ രാജേന്ദ്രൻ അത്രേ ഉള്ളൂ. ഇങ്ങനെ അതുപോലത്തെ പണിയൊക്കെയാണ് ഒപ്പിക്കുന്നത്. ഏകദേശം ഒരേ രണ്ടും ചില്ലറ കാര്യങ്ങൾക്ക് കച്ചറ ഉണ്ടാക്കുക, ഇതൊക്കെ അതുപോട്ടെ. പക്ഷേ ഈ മുഖ്യമന്ത്രി പോയത് വളരെ ഗൗരവമുള്ളൊരു കാര്യമാണ്. പോയത് ദുബായിലേക്കല്ലേ. ഈ എന്താണ് മകൻ അവിടെ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് കൂടെ അച്ഛൻ പോകേണ്ട കാര്യമൊന്നുമില്ല. സുനിലിനോട് ഞാൻ പറയട്ടെ, എൻ്റെ മകൾ ഇംഗ്ലണ്ടിലാണ്, ഞാൻ ഇന്നുവരെ ഇംഗ്ലണ്ടിൽ പോയിട്ടൊന്നുമില്ല. ഞാനും ഒരു അച്ഛനല്ലേ, കൈ കാശില്ലാഞ്ഞിട്ടൊന്നുമല്ല. ജിജിക്ക് മോളോട് സ്നേഹമില്ലാത്തതുകൊണ്ടായിരിക്കും. അതുകൊണ്ടില്ല, സർക്കാർ ചെലവിൽ പോകാൻ പറ്റില്ല. ഇത് ഈ മൂപ്പര് സർക്കാർ ചെലവിലല്ലേ പോകുന്നത്. ദുബായിൽ പോകുന്നതെല്ലാം ഒഫീഷ്യൽ ട്രിപ്പ്. ഒരു അച്ഛൻ്റെ മനസ്സ് വേണം ജിജി, ഒരു അച്ഛൻ്റെ മനസ്സൊക്കെ ഞാൻ കണ്ടുപിടിക്കുന്നതാണ് മുഖ്യമന്ത്രി. ഒരു കുഴപ്പമില്ല. മുഖ്യമന്ത്രിയുടെ ഇത്തരം ചെലവുകൾ, അതിന് ചെലവാക്കിയ തുക, ഇതൊന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ. അല്ല, എനിക്ക് തോന്നുന്നത് സ്വകാര്യ സന്ദർശനമാണെന്നാണ് സർക്കാർ പറയുന്നത്. സ്വകാര്യ സന്ദർശനം എന്ന് പറയുന്നു, റെക്കോർഡിൽ ഇത് ഒഫീഷ്യലായിട്ടേ വരുള്ളൂ. അല്ല, നമുക്ക് വേണ്ട വെരിഫൈ ചെയ്യാം ഭാവിയിൽ. നമുക്ക് അല്ല, വെരിഫൈ ചെയ്യാൻ പറ്റില്ല. ഞാൻ പറയട്ടെ, KP ചിത്രഭാനു എന്ന പഴയ ഒരു പത്രപ്രവർത്തകൻ തിരുവനന്തപുരത്ത്, ഇപ്പോൾ വയസ്സായി, പത്രപ്രവർത്തനം ഒന്നുമില്ല. ഇദ്ദേഹം വിവരാവകാശ നിയമപ്രകാരം ചോദിച്ചു, പിണറായി വിജയൻ ചികിത്സയ്ക്കായിട്ട് അമേരിക്കയിൽ പോയതിന് മൊത്തം ചെലവായ തുക എത്രയാണ്? ഇദ്ദേഹത്തിന് കൊടുത്ത മറുപടി, അത് ഇതുവരെ ബില്ല് സെറ്റിൽ ചെയ്തിട്ടില്ല. പുള്ളി പറഞ്ഞു, ബില്ല് സെറ്റിൽ ചെയ്തില്ല. ശരി, മൊത്തം തുക എത്ര കൊടുത്തു മുഖ്യമന്ത്രിക്ക്? തുക കൊടുത്തു കഴിയുമ്പോൾ പിന്നെ ബില്ല് സെറ്റിൽ ചെയ്ത് അങ്ങോട്ട് അടയ്ക്കാനോ അല്ലെ തിരിച്ചു കൊടുക്കാനോ ഒക്കെ ഉണ്ടെങ്കിൽ അത് വേറെ കാര്യം. നിങ്ങൾ കൊടുത്ത തുക എത്രയാണ്? ആ വിവരം ഇന്ന് വരെ കൊടുത്തിട്ടില്ല. ഇദ്ദേഹം എന്ത് ചെയ്തു? കേന്ദ്രത്തിന് അയച്ചു. കേന്ദ്രത്തിന് RTI ആപ്ലിക്കേഷൻ കൊടുത്തു. നിങ്ങൾ വിദേശ പണം എത്ര സാങ്ഷൻ ചെയ്തു മുഖ്യമന്ത്രിയുടെ യാത്രകൾക്ക് വേണ്ടി? കേന്ദ്രം അതിലും ബുദ്ധിയുള്ളവരാ. കേന്ദ്രം പറഞ്ഞു, ഞങ്ങൾ കേരളം ചോദിക്കുമ്പോൾ ഒരു തുക കൊടുക്കുന്നു, അത് മുഖ്യമന്ത്രിയുടെ യാത്രയ്ക്കാണോ അതോ ധനമന്ത്രിയുടെ യാത്രയ്ക്കാണോ എന്നൊന്നും ഞങ്ങൾ അന്വേഷിക്കാറില്ല. ടോട്ടൽ ഇത്ര ഡോളർ സാങ്ഷൻ ചെയ്യണമെന്ന് പറഞ്ഞു വരും, അത്രയും ഡോളർ ഞങ്ങൾ കൊടുക്കും. അതുകൊണ്ട് ഈ മുഖ്യമന്ത്രിയുടെ ചെലവ് ഞങ്ങൾക്ക് തരാൻ നിർവാഹമില്ല. എന്നാൽ ടോട്ടൽ ഡോളർ എത്ര കേരളത്തിന് കൊടുത്തു എന്ന് ഇദ്ദേഹം ചോദിച്ചിട്ടില്ല. അതുകൊണ്ട് അവരത് പറഞ്ഞില്ല. കാരണം ഇദ്ദേഹം ഇങ്ങനെ ഒരു കളിപ്പിക്കുമെന്ന് വിചാരിക്കുന്നില്ലല്ലോ, നേരെയുള്ള ചോദ്യമാണല്ലോ. ഇത് എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി ഈ കളി കളിക്കുന്നത്? മുഖ്യമന്ത്രിയുടെ ചെലവ് അറിയാൻ പൗരന്മാർക്ക് അവകാശമുണ്ട്. അത് മുഖ്യമന്ത്രി പറയേണ്ടതാണ്. ഇത് എനിക്ക് തോന്നുന്നു നിയമസഭയിലും ചോദ്യം വന്നിരുന്നു. പക്ഷേ ആ ചോദ്യത്തിന് മാത്രം വിവരം ശേഖരിച്ചു വരുന്നെന്നോ മറ്റോ പറഞ്ഞിട്ട് അതങ്ങ് ഒതുക്കി. പിന്നെ പ്രതിപക്ഷം അതിൽ കണ്ടമാനം കയറി കടിക്കുന്നില്ല. ഇത് ചില അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടല്ലോ, ചില സാധനങ്ങൾ അത് റേസ് ചെയ്യരുത് കേട്ടോ. അപ്പോൾ ഇവർ സർവകക്ഷി യോഗം കൂടും. ഒരു നിയമസഭാ സമ്മേളനത്തിന് മുമ്പ് സർവകക്ഷി യോഗം കൂടും. കേന്ദ്രത്തിലാണത് കൂടുതൽ, കേരളത്തിൽ വല്ലപ്പോഴേ ഉള്ളൂ. ഈ സർവകക്ഷി യോഗത്തിലാണ് ഇവർ ഈ ധാരണ ഉണ്ടാക്കുന്നത്. അപ്പോഴേ മറ്റേ കാര്യം വേണ്ടരുത് കേട്ടോ.
ആ പക്ഷെ ഒരു കാര്യമുണ്ട്. അപ്പോൾ ചേട്ടൻ ഈ കാര്യം ഇട്ടാൽ ഞാൻ മറ്റേത് എടുത്തറിയിക്കും. ശരി വേണ്ട. ഇതിനിടയ്ക്ക് ഈ മറ്റേ കാര്യം ആരെങ്കിലും എടുത്തിടും. അങ്ങനെയാണ് ഈ കുഴൽനാടന് പോയി കുരുങ്ങിയത്. ഈ ധാരണയനുസരിച്ച് മാസപ്പടി വിവാദം നിയമസഭയിൽ ഉന്നയിക്കില്ല എന്ന്. അപ്പോൾ പക്ഷേ ഈ ധാരണ കുഴൽനാടൻ സമ്മതിക്കാഞ്ഞിട്ടോ അതോ അറിയാഞ്ഞിട്ടോ എന്തു വാങ്ങിക്കോട്ടെ, VD സജഷൻ ഒന്നും ഇല്ലാത്തപ്പോഴാണ് ആദ്യം മാസപ്പടി വിവാദം കുഴൽനാടൻ എടുത്തിടുന്നത്. അതുകൊണ്ട് അത് കാര്യമായിട്ട് ക്ലിക്ക് ചെയ്തില്ല. ഇപ്പോൾ മാസപ്പടി വിവാദം എന്ന് പറയുന്നത് കുഴൽനാടൻ്റെ ഒരു പ്രൈവറ്റ് കേസാണ്. അല്ല, ഇന്നിപ്പോൾ വിജിലൻസ് കോടതിയുടെ വിധി ഇപ്പോൾ വന്നു. വന്നു, കുഴൽനാടൻ്റെ ഹർജി തള്ളി. അയാൾ അപ്പീൽ പോകുമായിരിക്കും, എന്ത് വാങ്ങിക്കോട്ടെ. ഇറ്റ് ഈസ് എ പ്രൈവറ്റ് അഫെയർ ഓഫ് കുഴൽനാടൻ. കോൺഗ്രസിൻ്റെ അല്ല, കോൺഗ്രസ് അതിലില്ല. കാരണം കോൺഗ്രസ് ഈ ധാരണയിൽ എത്തിയിട്ടുണ്ട്. അത് ഞങ്ങൾ റേസ് ചെയ്തില്ല, നിയമസഭയിൽ റേസ് ചെയ്ത് മുഖ്യമന്ത്രിയെ എംബ്രാസ് ചെയ്യാൻ ഞങ്ങൾ തയ്യാറല്ല. അതിന് പകരം അവരെന്തെങ്കിലും മുഖ്യമന്ത്രിയിൽ നിന്ന് അവരും വാങ്ങിക്കാണും, വാഗ്ദാനം എന്തെങ്കിലും. അതെന്തുമായിക്കോട്ടെ, പക്ഷേ ഇതിന് ചിലവായ തുക അറിയണ്ടേ? അത് ന്യായമാണ് രീതി പറയുന്നത്. ഈ പോക്ക് പ്രൈവറ്റ് പോക്കാണെന്ന് വെറുതെ പത്രത്തിൽ എഴുതിയാൽ പോരാ, കണക്കിൽ അത് റിഫ്ലക്റ്റ് ചെയ്യണം. അല്ല, അത് വന്നു കഴിഞ്ഞ് നമുക്ക് അറിയാമല്ലോ, ചോദിച്ചു നോക്കാം. അല്ല, ഇതുവരെ പോയതിൻ്റെയോ വന്നതിൻ്റെയോ ഒരു കണക്കും തന്നിട്ടില്ല. പിന്നെയാണോ ഇനിയിപ്പോൾ ഇത് തരാൻ പോകുന്നത്? അങ്ങേര് തരുന്നില്ല, അങ്ങേര് കണക്ക് തരുന്നില്ല. വിവരാവകാശ നിയമം അതിലും വലിയ കുരുക്കാണ്. ഇത് വിവരാവകാശ നിയമം വന്നു കഴിഞ്ഞപ്പോൾ ഡോക്ടർ ബാബു പോൾ പറഞ്ഞിരുന്നു, വെറുതെ ജനങ്ങൾക്ക് കിട്ടേണ്ട വിവരത്തിന് 10 രൂപ കൊടുക്കേണ്ട ഗതികേടാണിപ്പോൾ. ജനങ്ങൾക്ക് ഈ വിവരങ്ങളൊക്കെ നിങ്ങൾ ചോദിക്കാതെ തന്നെ സർക്കാരിൻ്റെ വെബ്സൈറ്റിൽ കിട്ടേണ്ടതാണ്. ചോദിച്ചാൽ അതിന് അപേക്ഷാ ഫീസോ സംഗതിയോ ഒന്നുമില്ല. അത് വെറുതെ ഒരു കത്ത് വഴി ചോദിച്ചാൽ മറുപടി കൊടുക്കേണ്ടതാണ്. ഇതിന് ഒരു ചട്ടമുണ്ടാക്കി, റൈറ്റ് ടു ഇൻഫർമേഷൻ. റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്റ്റിൽ 30 ദിവസത്തിനകം വിവരം കൊടുക്കണം. കൊടുത്തില്ലെങ്കിൽ അപ്പീൽ കൊടുക്കണം. ആർക്ക് കൊടുക്കണം? ഈ ഉദ്യോഗസ്ഥൻ്റെ നേരെ മുകളിലിരിക്കുന്ന ഉദ്യോഗസ്ഥന്. കീഴുദ്യോഗസ്ഥനെ കുഴപ്പത്തിലാക്കുന്ന ഒരു കാര്യം അങ്ങേര് ചെയ്യുമോ? ചെയ്യില്ല. പക്ഷേ അപ്പീലിനും ഒരു 30 ദിവസത്തെ സമയമുണ്ട്. അപ്പോൾ അത് 30 ദിവസം കഴിയുമ്പോൾ 29ാമത്തെ ദിവസം ഇങ്ങനെ ഇത് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് മറുപടി കൊടുക്കും. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ? ഇൻഫർമേഷൻ കമ്മീഷനിൽ പോകണം. ഇൻഫർമേഷൻ കമ്മീഷനെ നിയമിച്ചിട്ട് പോലുമില്ല. ഇൻഫർമേഷൻ കമ്മീഷൻ 3 പേരാണ്, അതിലിപ്പോൾ ഒരാളോ 2 പേരോ മറ്റോ ഉള്ളൂ. അവിടെ പോയി കഴിഞ്ഞാൽ 1.5-2 വർഷം എടുക്കും നിങ്ങളുടെ പരാതി എടുക്കാനായിട്ട്. അപ്പോഴത്തേക്ക് മുഖ്യമന്ത്രി മാറി വേറെ മുഖ്യമന്ത്രി വരുമോ, എന്തെങ്കിലുമൊക്കെ സംഭവിക്കും. ഇൻഫർമേഷൻ കമ്മീഷനിൽ നിങ്ങൾ തോറ്റു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഹൈക്കോടതിയിൽ പോകാം. ഹൈക്കോടതിയിൽ പോയി കഴിഞ്ഞാൽ ഒരു 10 വർഷം കിടക്കില്ല. കാരണം എൻ്റെ ഓർമ്മ 2016 ഈ പിണറായി വിജയൻ വന്നപ്പോൾ ആദ്യം ചെയ്ത കാര്യം മന്ത്രിസഭാ തീരുമാനങ്ങൾ പുറത്ത് പറയില്ല. ഉമ്മൻചാണ്ടി ഉള്ളപ്പോൾ ഓരോ മന്ത്രിസഭ കഴിയുമ്പോഴും, മന്ത്രിസഭ കൂടുന്നതെല്ലാം വ്യാഴാഴ്ചയുമായിരുന്നു. വ്യാഴാഴ്ച മന്ത്രിസഭ കൂടിക്കഴിഞ്ഞിട്ട് ഉമ്മൻചാണ്ടി നേരെ ചാനലുകളുടെ മുമ്പിലാണ് വന്നിരിക്കുന്നത്. കൊത്തി പിച്ചി കീറും ആ മനുഷ്യനെ അന്നത്തെ തീരുമാനങ്ങൾ എടുത്തതിൻ്റെ പേര്. സകല തീരുമാനവും പുള്ളി പറയും, ഇന്നതൊക്കെയാണ് തീരുമാനം എടുത്തിരിക്കുന്നത്. അതെല്ലാം വിവാദമാകുകയും ആ മനുഷ്യനെ വല്ലാതെ ഇട്ട് ഹരാസ് ചെയ്യുകയൊക്കെ ചെയ്യും. പിണറായി വന്നപ്പോൾ ഈ പരിപാടി അങ്ങ് നിർത്തി, പ്രസ് ബ്രീഫിംഗ് നിർത്തി. ആർക്കും പരാതിയില്ല. തീരുമാനം പുറത്ത് പറയുന്നില്ല. തീരുമാനം നടപ്പിലാക്കാനായിട്ട് ഗവൺമെൻറ് ഉത്തരവ് വരുമല്ലോ, അപ്പം നിങ്ങൾ അറിഞ്ഞാൽ മതി. ഈ ഗവൺമെൻറ് ഉത്തരവിന് വേറൊരു പ്രത്യേകതയുണ്ട്. 2 തരം ഉത്തരവുകളുണ്ട്. ഒന്ന് പബ്ലിക്കായ ഉത്തരവ്, അത് നേരെ ഗസറ്റിലങ്ങ് പരസ്യം ചെയ്യും. മറ്റേ ഉത്തരവ് പ്രൈവറ്റാണ്, കോൺഫിഡൻഷ്യലാണ്. കോൺഫിഡൻഷ്യൽ എന്നും പറയില്ല, ക്ലാസിഫൈഡാണ്. അതിനെന്തോ ഒരു പേരൊക്കെ ഇട്ടിട്ടുണ്ട് അവർ, GO MS എന്നോ അങ്ങനെ എന്തൊക്കെയോ ചെയ്തിട്ട്. ആ ഉത്തരവ് പെട്ടെന്നൊന്നും ആർക്കും കിട്ടില്ല. വിവരാവകാശ നിയമപ്രകാരം ചോദിക്കണം. വിവരാവകാശ നിയമപ്രകാരം ഈ റൂട്ട് വഴി പോകുമ്പോൾ ഇവരിത് തന്നില്ലെങ്കിൽ നിങ്ങൾ പെട്ടതാണ്. ചുമ്മാ ഹൈക്കോടതിയിൽ പോയി നിങ്ങളുടെ പരാതി അവിടെ കിടക്കും. ഈ മന്ത്രിസഭാ തീരുമാനങ്ങൾ പുറത്തു കൊടുക്കുന്നില്ല എന്നുള്ള തീരുമാനം അത് പിണറായി വിജയൻ പറഞ്ഞപ്പോൾ അത് ചലഞ്ച് ചെയ്തു അഡ്വക്കേറ്റ് DB ബിനു. അദ്ദേഹമാണ് ചലഞ്ച് ചെയ്ത് ഇതേ റൂട്ടിൽ ഹൈക്കോടതിയിൽ പോയി ആ പരാതി ഇപ്പോഴും ഹൈക്കോടതി കിടപ്പുണ്ട്, ലിസ്റ്റ് ചെയ്തിട്ടില്ല. അത് ഇതാണ് വിവരാവകാശ നിയമം വെച്ച് ജനങ്ങളെ തട്ടിക്കുന്ന ഏർപ്പാട്. നിയമം ഉണ്ടില്ല. ഇതുകൊണ്ടാണ് ബാബു ഇപ്പോൾ പറഞ്ഞത്, സ്വാഭാവികമായിട്ട് ജനങ്ങൾക്ക് കിട്ടേണ്ട വിവരം 10 രൂപയുടെ അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ പോലും കിട്ടാതെയാക്കുന്ന ഒരു കലാപരിപാടിയാണ് റൈറ്റ് ടു ഇൻഫർമേഷൻ.
ടിജി എൻ്റെ ഒരു സംശയം വെച്ചാൽ മുഖ്യമന്ത്രി ഇതിനു മുമ്പും പോയിട്ടുണ്ട്, സകുടുംബമാണ് പോകുന്നത്, അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. മകൻ്റെ വീട്ടിലേക്കാണ്, മകൻ്റെ കുടുംബത്തിലേക്കാണ് പോയിരിക്കുന്നതാണ് പറയുന്നത്. പക്ഷേ നാളെയും മറ്റന്നാളുള്ള എല്ലാ പരിപാടികളും ക്യാൻസൽ ചെയ്തു. എന്നാണ് തിരിച്ചു വരുന്നുവെന്ന് തീരുമാനിച്ചിട്ടില്ല. അങ്ങനെ ഒരു പോക്ക് പതിവില്ല. അത് പതിവില്ല എന്ന് വെച്ചാൽ ഇപ്പോൾ ഇന്നലെ രാത്രിയോ വല്ലതും RBI സാങ്ഷൻ ചെയ്യുന്നു, വെളുപ്പിനെ ഇങ്ങനെ സാങ്ഷൻ കിട്ടിയ പാടെ ടപ്പെന്ന് പറഞ്ഞ് പറക്കുന്നു. ഇതെന്തൊരു ഏർപ്പാട്! എന്താ ശരി, മകനെ കാണാനാണെന്ന് തന്നെ വെച്ചു, ഇത്ര വെപ്രാളം എന്താ ഇപ്പം ഇത്ര അത്യാവശ്യം? ഇതൊക്കെ ഒരു പൊതുപ്രവർത്തകന് യോജിച്ച കാര്യമല്ല മുഖ്യമന്ത്രി ചെയ്യുന്നത്. മുഖ്യമന്ത്രി ഈ സ്വർണ്ണക്കള്ളക്കടത്തിൻ്റെ ഉത്ഭവം UAE എന്നൊക്കെ പറയും. ദുബായിൽ നിന്നല്ലേ ഈ സ്വർണം കടത്തിയത്? സ്ഥലം ദുബായി അല്ലേ, അല്ലാതെ അബുദാബിയൊന്നും അല്ലല്ലോ. അപ്പോൾ UAEയിൽ നിന്ന് സ്വർണം കടത്തുന്ന ദുബായിയാണ്. ദുബായ് സർക്കാർ, അങ്ങനെ ഒരു സർക്കാരൊന്നുമില്ല, അവിടെ ഒരു ഷെയ്ഖ് ഇരിപ്പുണ്ട്, അയാളുടെ അതങ്ങനെയാണ്. അവർ തീരുമാനിക്കുന്ന കാര്യം അവിടെ നടക്കും. അല്ലാതെ നമ്മളെപ്പോലെ ഭരണഘടന, സുപ്രീം കോടതി, തേങ്ങ ഇതൊന്നും അവിടെ ഇല്ല. അപ്പോൾ എന്നാലും നമ്മുടെ പത്രങ്ങൾ ദുബായ് സർക്കാർ എന്നൊക്കെ പറഞ്ഞ് ഈ കാര്യങ്ങളുടെ ഗൗരവം കുറയ്ക്കാനായിട്ടാണ് ഈ ജാതി പ്രയോഗങ്ങൾ നടത്തുന്നത്. നമ്മൾ വിചാരിക്കും ദുബായ് സർക്കാർ കൂടിയിട്ട് അവരുടെ പാർലമെൻറ്റ് കൂടി നിയമം പാസ്സാക്കി, അങ്ങനെയൊന്നുമല്ല. ഒരാൾ തീരുമാനിച്ചാൽ മതി. രാവിലെ എണീറ്റ് അങ്ങനെ വില പിടിച്ച് പൂട്ടറ എല്ലാത്തിനെന്ന് പറഞ്ഞ് ഞാൻ പൂട്ടി. പിന്നെ അയാളുടെ ദയയ്ക്ക് വേണ്ടിയിട്ട് നരേന്ദ്രമോദി വിളിച്ചു പറഞ്ഞാൽ ഞാൻ തുറന്നു വിടാം, അങ്ങനെ വിളിക്കട്ടെ. അങ്ങേർക്കാണ് 110 പണിയാണ്. ആ ചെറുക്കനെ ഞാൻ വിളിക്കേണ്ട കാര്യം എന്താണെന്നൊക്കെ പറഞ്ഞാൽ അവസാനം ജയശങ്കർ വിളിക്കുന്നു, മോദി നേരിട്ട് വിളിക്കുന്നതൊക്കെ മോശമല്ലേ ചേട്ടാന്ന് പറഞ്ഞു. അത് കുഴപ്പമില്ല, താൻ വിളിച്ചാലും മതി. കാരണം അപ്പോഴത്തേക്ക് ഇവൻ്റെ ദേഷ്യം ഒന്ന് അടങ്ങിയിട്ടുണ്ട്. തുറന്നു വിടറ എല്ലാവരും തുറന്നു വിട്ടു. ഇങ്ങനെയൊക്കെയാണ് ഈ പറഞ്ഞ ദുബായ് സർക്കാർ പ്രവർത്തിക്കുന്നത്. ആ ദുബായ് സർക്കാരിലേക്കാണ് ഇദ്ദേഹം പോവുകയും വരികയൊക്കെ ചെയ്യുന്നത്. എന്നിട്ട് അന്ന് കോൺസുലേറ്റിൽ നിന്ന് രക്ഷപ്പെട്ട് കളഞ്ഞ കോൺസുൽ ജനറലുണ്ട്, ഇന്ന് വരെ അയാളെ ചോദ്യം ചെയ്യാൻ അല്ലല്ല, ഈജിപ്തുകാരൻ വേറെ, കോൺസുൽ ജനറൽ. അങ്ങനെ ഈ കള്ളക്കടത്ത് വാർത്ത പുറത്തു വന്ന പാടെ പുള്ളി തിരിച്ച് ദുബായിലേക്ക് പോയി. നമുക്ക് ഈ 30 കോടി രൂപയുടെ സ്വർണം പിടിച്ചു എന്ന് പറഞ്ഞിട്ട് ദുബായിയുമായിട്ടുള്ള ബന്ധം ഇല്ലാതാക്കാൻ പറ്റില്ല. ഇയാളെ ചോദ്യം ചെയ്യാൻ അവർ തരികയുമില്ല. ഇയാളുകൊണ്ട് അറ്റാഷയുടെ അസിസ്റ്റൻറ്റുകളുണ്ട്. രണ്ടുപേരെയും ഇന്ന് വരെ ചോദ്യം ചെയ്യാൻ കിട്ടിയിട്ടില്ല. കസ്റ്റംസിനും കിട്ടിയിട്ടില്ല, വേറെ ആർക്കും കിട്ടിയിട്ടില്ല, ED ആർക്കും. മൂന്നാമത്തെ ആളാണ് ഈ നമ്മുടെ ഈജിപ്തുകാരൻ. ഇയാൾ റിവേഴ്സ് ഹവാലയിൽപ്പെട്ടതാണ്. ഇവിടെ നിന്ന് ഡോളർ അങ്ങോട്ട് കടത്തി എന്ന് പറഞ്ഞ കേസല്ല, അതിൽപ്പെട്ടതാണ് ഈ ഈജിപ്തുകാരൻ അൺനോൺ ഡെസ്റ്റിനേഷനിലേക്ക് പോയി. അത് അയാൾ എങ്ങോട്ട് പോയി എന്ന് ആർക്കും അറിയില്ല. അതേസമയം മുഖ്യമന്ത്രി നിരന്തരം ദുബായിൽ വരുന്നു, പോകുന്നു, പിടിക്കുന്നു. മുഖ്യമന്ത്രി വിചാരിച്ചു കഴിഞ്ഞാൽ ഈ രണ്ട് കക്ഷികളെ അദ്ദേഹത്തിൻ്റെ സ്വാധീനം ഉപയോഗിച്ചിട്ട് ചോദ്യം ചെയ്യാൻ ഹാജരാക്കിക്കാം എന്ന് ഞാൻ കരുതുന്നു. ഈ തുടരെ ദുബായിൽ പോകുമ്പോൾ അദ്ദേഹത്തിനോട് പരിചയക്കാരും സെറ്റപ്പും സംഗതിയും സ്വാധീനവും ഒക്കെ ഉണ്ടാവണമല്ലോ. അല്ല ടി ജി, ഞാൻ ചോദിക്കുന്നത് ഇതെല്ലാം നമ്മൾ ഈ പൊളിറ്റിക്കലി സ്കാൻഡലൈസ് ചെയ്യേണ്ട കാര്യമുണ്ടോ? ദുബായ് പിണറായിയുടെ മകൻ വിവേക് കുറേ കാലങ്ങളായി അവിടെ താമസിക്കുന്നു. ആ ചെറുപ്പക്കാരൻ നമ്മുടെ നാട്ടിലെ ഈ ദൈനംദിന വ്യവഹാരങ്ങളിലൊന്നും ഇടപെടാതെ അദ്ദേഹത്തിൻ്റെ ജോലിയുമായി സമാധാനപൂർണ്ണമായിട്ട് അവിടെ ജീവിക്കുകയാണ്. മുഖ്യമന്ത്രിയാണെങ്കിൽ ദുബായിക്കൊക്കെ പോയിട്ട് കുറേ കാലമായി, ഇടയ്ക്കൊക്കെ അദ്ദേഹം പോകാറുണ്ട്. ഇപ്പോൾ വെക്കേഷനാണ്, ചിലപ്പം പേരക്കുട്ടി ഉണ്ടാവാം. ഒരു 2-3 ദിവസം ദുബായി പോയി എന്നതുകൊണ്ട് നമ്മളെല്ലാം കൂടെ ഇതെല്ലാം കൂടെ കണക്ട് ചെയ്ത് ഇങ്ങനെ അറ്റാക്ക് ചെയ്യണം. കാരണം മുഖ്യമന്ത്രി ഇതൊരു രഹസ്യമായിട്ട് വയ്ക്കുന്നു. അദ്ദേഹം ഇത് ഓപ്പണായിട്ട് പറഞ്ഞിരുന്നെങ്കിൽ ഒരു കുഴപ്പമില്ല. ഉമ്മൻചാണ്ടിയെ പോലെ തുറന്ന് പറയുന്ന ആളായിരുന്നെങ്കിൽ ഒരു ദോഷവുമില്ല. അദ്ദേഹം പറയുന്നത് മുഴുവൻ മുഖവിലയ്ക്ക് എടുക്കാൻ ഞാൻ തയ്യാറാണ്. അല്ല, ഒരാഴ്ചയായിട്ട് പോകാൻ ഡേറ്റ് നോക്കിയിരിക്കുന്നു, കേന്ദ്രത്തിൽ കൊടുത്തു. കേന്ദ്രം ആയിക്കോട്ടെ, നേരത്തെ കേന്ദ്രം CMന്റെ യാത്രയ്ക്ക് അനുമതി നിഷേധിച്ചിട്ടുണ്ട്. ഇതുവരെ CM പോയതിൻ്റെ വിവരങ്ങൾ അദ്ദേഹം ഒളിച്ചു വയ്ക്കുന്നു, മറച്ചു വയ്ക്കുന്നു, മനഃപൂർവ്വം പറയാതിരിക്കുന്നു. അല്ല, ഇതിനു മുമ്പ് അതുകൊണ്ടാണ് ഞാൻ ഈ ആരോപണം പറഞ്ഞിട്ടാണ് പോയത്. ഇല്ല, പറഞ്ഞു. നിങ്ങളുടെ എക്സ്പെൻസിന്റെ കണക്ക് കൊടുക്കാത്തത് എന്താ? അത് എല്ലാ മന്ത്രിമാരും ചായ കുടിക്കുന്നുണ്ട്, ചായ സൽക്കാരം. ഞാൻ ചോദിക്കട്ടെ, ഒരു സ്വകാര്യത നിങ്ങൾ സ്റ്റേറ്റിന്റെ പണം എടുത്ത് ചെലവഴിച്ച് അവിടെ പോയി US മയോ ക്ലിനിക്കിൽ സ്റ്റേറ്റിന്റെ പണമാണെന്ന് അദ്ദേഹത്തിന്റെ രോഗം എന്താണെന്ന് അറിയണം,
അദ്ദേഹത്തിന്റെ രോഗം അറിയണ്ട, അദ്ദേഹത്തിന്റെ ചികിത്സയ്ക്ക് സംസ്ഥാനം എത്ര പണം മുടക്കിയെന്ന് അറിഞ്ഞാൽ മതി. അതെങ്ങനെയാണ് സ്വകാര്യതയാകുന്നത്? നിങ്ങളുടെ അസുഖം നിങ്ങളുടെ സ്വകാര്യത എന്ന് പറഞ്ഞു, പക്ഷെ നിങ്ങൾ ചെലവാക്കിയ പണം ബില്ലുമായി എക്സ്പെൻഡിച്ചറുമായി വരുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് രോഗത്തിന്റെ വിവരങ്ങളൊക്കെ ചിലപ്പോൾ ആൾക്ക് മനസ്സിലാക്കാൻ കഴിയും. എങ്ങനെ മനസ്സിലാക്കാൻ കഴിയും? നിങ്ങളിപ്പോൾ 10 ലക്ഷം രൂപ അല്ലെ 10 കോടി രൂപ നിങ്ങൾ ചിലവാക്കി, അതുകൊണ്ട് നിങ്ങൾക്ക് ഇന്ന അസുഖമാണെന്ന് പറയാൻ പറ്റുമോ? അതിപ്പോൾ അഭ്യൂഹങ്ങളിൽ ആർക്കും എന്തും പറയാം. പിണറായി വിജയൻ്റെ ആരോഗ്യത്തെ ചൊല്ലി ഒരുപാട് അഭ്യൂഹങ്ങളുണ്ട്. സാമാന്യം തെറ്റില്ലാത്ത കറക്റ്റ് ആയേക്കാവുന്ന അഭ്യൂഹങ്ങൾ എൻ്റെ കയ്യിലുമുണ്ട്. ഞാനത് പറയുന്നില്ല. ദാറ്റ് ഈസ് നൺ ഓഫ് മൈ കൺസേൺ. ബട്ട് ദെൻ ട്രഷറിയിൽ നിന്ന് പോയിരിക്കുന്ന പണം എത്ര, ഇത് അറിയാനൊരു പൗരന് അവകാശമുണ്ട്. കാരണം അത് നമ്മുടെ പണം എടുത്താണ് അദ്ദേഹം ഈ പോയിരിക്കുന്നത്. പല കേന്ദ്രത്തിലും ഒക്കെ ഇങ്ങനെയാണ്. പല കാര്യങ്ങളും നമ്മൾ വിചാരിച്ചാൽ അറിയാൻ പറ്റുന്നില്ല. ഇല്ല, പിണറായി മാത്രം ഇല്ല. പിണറായി ഒഴിച്ച് ബാക്കി എല്ലാവരുടെയും കണക്ക് നിയമസഭയിൽ വന്നിട്ടുണ്ട്. അതാ ഞാൻ പറഞ്ഞു, തേയില സൽക്കാരം, ചായ സൽക്കാരം ഒരു മന്ത്രി നടത്തി കഴിഞ്ഞാൽ അത് എത്ര എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് മറുപടി വരുന്നുണ്ട്. അത് ഇടയ്ക്കിടയ്ക്ക് പത്രത്തിൽ വരുന്നുണ്ട്. ഏറ്റവും കൂടുതൽ സൽക്കാരത്തിന് ചിലവാക്കിയത് ഇന്ന ആളാണ്, ബാലഗോപാൽ വളരെ കുറവാണ്, മറിയാസ് കൂടുതലാണ് എന്നൊക്കെ പറഞ്ഞ് വാർത്ത വരാറുണ്ട്. ഇതിലൊന്നും പിണറായി വിജയൻ്റെ ചിലവ് വരാറില്ല. എന്തുകൊണ്ട്? അദ്ദേഹം ഒരു ഇരുമ്പ് മറയ്ക്കുള്ളിൽ കുറേ കാര്യങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നു. കുഴപ്പമൊന്നുമില്ല, നിങ്ങളുടെ പ്രൈവസിയൊക്കെ ശരി. ബട്ട് ട്രഷറിയിൽ നിന്ന് നിങ്ങൾ പണം എടുത്തിട്ടുണ്ടെങ്കിൽ അത് എത്രയാണെന്ന് അറിയാൻ പൗരന് അവകാശം. നമ്മൾ അത് മാത്രം പറഞ്ഞാൽ പോരെ. അദ്ദേഹം ദുബായിക്ക് പോട്ടെ, മകൻ്റെ വീട്ടിൽ പോട്ടെ. ഒരു പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ TG കേട്ടില്ല. അതായത് മുമ്പ് ദുബായിക്ക് പോകാനൊരു അപേക്ഷ കൊടുത്തു, കേന്ദ്ര അനുമതി കൊടുത്തില്ല. ഇപ്പോഴും അദ്ദേഹം ഒരു പക്ഷേ കുറേ ദിവസമായി കൊടുത്തിരിക്കുകയായിരിക്കും. ഇന്നലെ സാങ്ഷൻ ചെയ്തു, പെട്ടെന്ന് പോയി. എന്തിനു പോകുന്നുള്ള നമ്മളോട് പറയേണ്ട കാര്യം. നമ്മളോട് ഈ അദ്ദേഹം സാങ്ഷൻ ചോദിച്ചു, കേന്ദ്രം കൊടുത്തില്ല. ഇത് ഇത്ര മുട്ടി നിൽക്കുകയാണെങ്കിൽ മകൻ ഇങ്ങോട്ട് വരാമല്ലോ. മകനവിടെ കിടപ്പ് രോഗിയൊന്നും അല്ലല്ലോ. മകൻ ഇങ്ങോട്ടും വരാമല്ലോ അത്യാവശ്യമാണെങ്കിൽ. അതില്ല. കുടുംബസമേത അച്ഛൻ അങ്ങോട്ട് തന്നെ പോകണം എന്നുള്ള വാശി. ഇതിനകത്ത് പബ്ലിക് മണി ഇൻവോൾവ് ആയതുകൊണ്ടാണ് ഞാൻ ഈ ചോദ്യം ചോദിക്കുന്നത്. അല്ലാതെ ഏതെങ്കിലും മനുഷ്യൻ ദുബായിലോ അബുദാബിയിലോ പോകുന്നില്ല, എനിക്കെന്താ? എത്രയോ പേര് പോകുന്നു വരുന്നു. അല്ല, അതിപ്പോൾ നമ്മളൊരു ഹൈപ്പോത്തറ്റിക്കലല്ലേ, ഇത് പബ്ലിക് മണി ഹൈപ്പോത്തറ്റിക്കൽ അല്ല, ഇത് യാഥാർത്ഥ്യമാണ്. കാരണം പിണറായി വിജയൻ അധികാരമേറ്റതിന് ശേഷം നടത്തിയ വിദേശ യാത്രകളുടെ ഡീറ്റെയിൽസ്, അതിന് ചെലവാക്കിയ പണം, അതെനിക്ക് അറിഞ്ഞേ പറ്റുള്ളൂ. കാരണം അത് എൻ്റെ കൂടെ പണമാണ്. തീർച്ചയായും എൻ്റെയും പണമാണ്. അത് ഇതുവരെ ഒളിച്ചു വെച്ച ആള് ഇത്തവണ പോയി കഴിയുമ്പോൾ ഞാൻ തീർച്ചയായിട്ടും വിമർശിക്കും, വർദ്ധിത വീര്യത്തോടെ തീർച്ചയായിട്ടും. പക്ഷെ ഞാൻ കരുതുന്നു ഇത് സ്വകാര്യ സന്ദർശനമാണ്, അദ്ദേഹത്തിന്റെ സ്വന്തം ചെലവിൽ പോയതായിരിക്കും. അങ്ങേര് പറഞ്ഞാൽ മതി. ഇതങ്ങേര് പറയുന്നില്ലല്ലോ. അങ്ങേര് ഈ ചോദ്യത്തിന് ഉത്തരമേ പറയുന്നില്ല. സ്വകാര്യ സന്ദർശനമായിരുന്നു എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു, അവിടെ വെച്ച് കഴിഞ്ഞു. ബാക്കി നമുക്ക് പത്രവാർത്ത എന്നുള്ള നിലയ്ക്ക് എഴുതാം, എന്ത് സ്വകാര്യ ഇയാൾക്ക് എന്നും ചോദിക്കാം. അത് നമുക്കറിയേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ അതൊരു ഡൂബിയസ് ഓപ്പറേഷനാണ്. എനിക്കാകെ പരാതിയുള്ളൂ. ഈ രാഹുൽ ഗാന്ധി മുങ്ങുന്നുണ്ടല്ലോ ഇടയ്ക്കിടയ്ക്ക്. 52 ദിവസം ഡിം, ആളെ കാണാനില്ല. ഒരു പൊതുപ്രവർത്തകന് പറ്റിയ കാര്യമല്ല അത്. സ്വകാര്യതയൊക്കെയാണ്, അതിന് ഞാൻ തടസ്സമൊന്നും പറയുന്നില്ല. ഞാൻ പറയട്ടെ, നരേന്ദ്രമോദി ഇപ്പോൾ എത്രയോ വിദേശ രാജ്യങ്ങൾ സന്ദർശിച്ചു. ഏതെങ്കിലും ഒരെണ്ണം സ്വകാര്യമാണ് ഞാൻ പറയില്ല എന്ന് ആ മനുഷ്യൻ പറയുന്നുണ്ടോ? ഇപ്പോഴും പുറത്തു വരുന്നു. അങ്ങേര് 680 കോടി രൂപ പ്രധാനമന്ത്രിയുടെ ഈ വിദേശ യാത്രകൾക്ക് ചെലവായി എന്ന് പറഞ്ഞ് വാർത്ത വരുന്നുണ്ട്. ഒരു കുഴപ്പം, ട്രാൻസ്പെറൻറ്റ്. അങ്ങനെ മോദി പോയി കഴിഞ്ഞാൽ താമസിക്കുന്ന ഹോട്ടൽ ഏതാണെന്ന് എല്ലാവർക്കും അറിയാം. ആ ഹോട്ടലിൻ്റെ അതിൻ്റെ മുകളിലത്തെ നിലയിൽ അദാനി താമസിച്ചു എന്നുള്ള വാർത്ത വരെ പുറത്തു വരുന്നുണ്ട്. അദാനി ഇന്ന മുറിയിലായിരുന്നു, അംബാനി ഇന്ന മുറിയിലായിരുന്നു, മറ്റേ ഫ്ലോർ മൊത്തം മോദിക്ക് വേണ്ടി റിസർവ് ചെയ്തിരുന്നു. മോദിയും മോദിയുടെ ഓഫീസും മുഴുവൻ ആ ഫ്ലോറിലാണ്, ഹോട്ടലിൻ്റെ പേരിൻ്റെതാണ് ഒക്കെ വരുന്നുണ്ട്. പിണറായിയുടെ വരാത്തത് എന്താ? പിണറായിയേക്കാൾ എത്രയോ കൂടുതൽ വിദേശയാത്ര ചെയ്യുന്നവനാണ് മോദി. ബട്ട് ദർ ഈസ് നോ സീക്രട്ട്. മകൻ്റെ വീട്ടിലായിരിക്കും താമസിക്കുന്നത്. ആയിരിക്കും എന്നല്ലേ ഇത് പിണറായി വിജയൻ പറഞ്ഞാൽ മതി. ഞാൻ സ്വകാര്യ സന്ദർശനത്തിന് പോയതാണ്, ഞാൻ 10 പൈസ ട്രഷറിയിൽ നിന്ന് എടുത്തിട്ടില്ല. ദ മൊമെന്റ് യു ടേക്ക് 1 പൈസ ഫ്രം ട്രഷറി ഇറ്റ് ബിക്കംസ് അക്കൗണ്ടബിൾ. അത് തിരിച്ചു വരുമ്പോൾ നമുക്കറിയാം സ്വകാര്യ സന്ദർശനത്തിന് അറിയാൻ പോകുന്നില്ല. കാരണം എത്രയോ 2016 മുതൽ ഇദ്ദേഹം ഈ പോക്ക് തുടങ്ങിയതാ. ഇന്ന് വരെ 10 പൈസയുടെ കണക്ക് കൊടുത്തിട്ടില്ല. പിന്നാണോ ഇനിയിപ്പോൾ തരാൻ പോകുന്നത്? ഇനിയിപ്പോൾ അതൊക്കെ മാറും. ഒരു കാര്യം, പിണറായി വിജയൻ്റെ ഈ ദുബായ് സന്ദർശനം അത്ര നല്ലതല്ല. അദ്ദേഹത്തിനും നല്ലതല്ല,
കേരളത്തിനും നല്ലതല്ല, പൊതുജനങ്ങൾക്ക് നല്ലതല്ല. എന്തൊക്കെയോ കള്ളക്കളികൾ ഇതിന് പിന്നിലുണ്ടെന്ന് ഞാൻ സംശയിക്കുന്നു. എനിക്ക് പരാതി ഒരു കാര്യത്തിലേ ഉള്ളൂ, എൻ്റെ മുഖ്യമന്ത്രി എന്ന് തിരിച്ചു വരുമെന്ന് പറയാതെ പോയത്. അത് ഒഫീഷ്യലി ഇറ്റ്സ് ആൻ ഇംപ്രോപ്പറൈറ്റി. അത് ഞാൻ ഈ അംഗീകരിക്കും. മുഖ്യമന്ത്രി നിന്ന നിപ്പിൽ ടം എന്ന് പറഞ്ഞിട്ടൊരു ഫ്ലൈറ്റ് എടുത്തിട്ട് പോവുക, ആരെന്ത് വേണമെങ്കിൽ ചെയ്തു എന്ന് പറഞ്ഞിട്ട് സംവിധാനമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവും പകരം. ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതൊരു ഓഫീസ് ഓർഡറായിട്ട് ഇറങ്ങണം. ടിൽ ദ ചീഫ് മിനിസ്റ്റർ കംസ് ബാക്ക് ദ ചാർജ് വിൽ ബി വിത്ത് സോ ആൻഡ് സോ മിനിസ്റ്റർ. പിണറായി പുള്ളി കേപ്പബിൾ ആണ്. അല്ല, അത് ദാറ്റ് ഈസ് നോട്ട് പെർമിസിബിൾ. പിണറായിയെ കുറ്റം പറയാൻ ഇങ്ങനെ കുറേ ആളുകളുണ്ട്. ഇല്ല, വെറുതെ പറയുന്നതല്ലല്ലോ ഇത്. കണ്ടിന്യൂസ്ലി 2016 തുടങ്ങി ഈ കലാപരിപാടി, ഇപ്പം 2024, 8 വർഷമായി ഈ കലാപരിപാടി നടക്കുന്നു. അപ്പോഴാണ് ഞാൻ ഈ പോയിന്റ് റേസ് ചെയ്യുന്നത്. ആദ്യത്തെ 1-2 തവണയൊക്കെ ശരി പോട്ടെ, എന്തെങ്കിലും ആവശ്യം അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് വിട്ടു. അത് കഴിഞ്ഞ് വളരെ സീരിയസ് ആയിട്ടുള്ള സ്വർണ്ണക്കടത്ത് പോലെയുള്ള ഇഷ്യൂസ് വന്നു. സ്റ്റിൽ ഹീ ഈസ് കീപ്പിംഗ് ക്വയറ്റ്. അത് കഴിഞ്ഞിട്ട് ഇദ്ദേഹം ഒരു യാത്രയിൽ ദുബായിൽ വന്നു. ദുബായിൽ വന്നിട്ട് പിന്നെ അബുദാബിയിലോ സൗദിയിലോ ഒക്കെ പോകണമെന്ന് പറഞ്ഞിട്ട് റിക്വസ്റ്റ് കൊടുത്തു. അതാണ് കേന്ദ്ര സർക്കാർ പറ്റില്ല. 10 വർഷത്തിനിടെ ഒരു മാധ്യമ പ്രവർത്തകനെ പോലും അഭിമുഖീകരിക്കാത്ത, പത്രസമ്മേളനം പോലും അഭിമുഖീകരിക്കാത്ത ഒരു പ്രധാനമന്ത്രിയുള്ള നാട്ടിൽ പിണറായി എങ്ങനെ കുറ്റം പറയുന്നു? എത്രയോ പത്രക്കാരല്ലേ. അതെ. പിന്നെന്താ ഈ വഴിയിൽ നിന്ന് ബൈറ്റ് കൊടുക്കുക, അത് അവസാനിപ്പിച്ചു. ഐ എം ടെല്ലിങ് യു, ഈ നരസിംഹറാവുവാണ് എൻ്റെ ഓർമ്മയിൽ ഏറ്റവും അവസാനം ഈ ഫ്ലൈറ്റ് ഇറങ്ങി വന്നപ്പോൾ ബൈറ്റ് കൊടുത്ത ഏക മനുഷ്യൻ. ഒറ്റ ബൈറ്റ്. അതിനുശേഷം ആ പരിപാടി സകല പ്രധാനമന്ത്രിമാരും നിർത്തി. ഈ നിങ്ങൾ ഞാൻ പറയട്ടെ, ഈ ഓർഡിനറി പൊളിറ്റീഷ്യൻസിന് ഒരു ആവശ്യമുണ്ട്. അവർക്ക് അവരുടെ മുഖം എപ്പോഴും ടി വിയിൽ വരണം. അതുകൊണ്ട് അവരിടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ബൈറ്റ് കൊടുത്തുകൊണ്ടിരിക്കും. ബൈറ്റ് കൊടുക്കേണ്ട അസുഖമുള്ള ഒരുപാട് പേരുണ്ട്. അവർ രാവിലെ വഴിയിൽ പോകുമ്പോൾ വിളിച്ചൊക്കെ പറയും, ഒരു ബൈറ്റൊക്കെ എടുക്കപ്പാ, ഞാൻ എറണാകുളത്തുണ്ട് എന്നൊക്കെ പറയും. അപ്പോൾ 3-4 വടിയുമായിട്ട് ഇവർ പോകും. പറയും, എടുവും മറ്റവൻ വന്നിട്ടുണ്ട്, എന്തെങ്കിലും എടുക്ക് കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് ചെയ്യും. ഈ പരിപാടി പ്രധാനമന്ത്രിക്ക് ആവശ്യമില്ല. അതുപോലെ വലിയ പൊതുയോഗം പോലെ പത്രക്കാരിരിക്കുക, എന്നിട്ട് അവർ കുറേ മുൻകൂട്ടി തയ്യാറാക്കിയ ചോദ്യങ്ങൾ കൊണ്ടുവരിക, എന്നിട്ട് പ്രധാനമന്ത്രിയെ ഗ്രില്ല് ചെയ്യുക. ഇതൊക്കെ ഇറ്റ്സ് ഓൾ നോൺസെൻസ്. അതൊക്കെ മോദിക്ക് മുമ്പ് നടന്നിട്ടില്ലേ? അങ്ങനെ ഇല്ല. ആര് ചെയ്തു എന്ന് പറഞ്ഞ് മൻമോഹൻ സിംഗ് ഒരേ ഒരു തവണ ചെയ്തു. അത് സെലക്റ്റഡ് പത്രക്കാർ ഒരു ഹാളിൽ ലൈവായിരുന്നു. അത് പുള്ളിയുടെ പ്രസ് അഡ്വൈസർ കൂടെ ഇരിപ്പുണ്ട്. ഒരു ചോദ്യം പത്രക്കാരൻ ചോദിച്ചു കഴിഞ്ഞാൽ പ്രധാനമന്ത്രി ഉത്തരം പറയണോ വേണ്ടോ എന്ന് ഈ അഡ്വൈസർ അവിടെ വെച്ച് പറയും. ദിസ് ക്വസ്റ്റ്യൻ കനോട്ട് ബി ആൻസേർഡ്, നെക്സ്റ്റ്. കഴിഞ്ഞു. മൻമോഹൻ സിംഗ് ഒന്നും മിണ്ടില്ല. അടുത്ത ചോദ്യം വന്നു കഴിയുമ്പോൾ യെസ് റൈറ്റ് സർ യു ക്യാൻ റിപ്ലൈ. മൻമോഹൻ സിംഗ് റിപ്ലൈ. ദിസ് വാസ് ദ ഫോർമാറ്റ് എഗ്രീഡ് ബൈ എവരിബഡി. ദ ഗ്രേറ്റ് അർണബ് ഗോസ്വാമി അന്നിങ്ങനെ തിളച്ച് നിൽക്കുകയാണ്. മൻമോഹൻ സിംഗിനെ അങ്ങ് എടുത്ത് ഞാൻ കാലെ പിടിച്ച് നിലത്തടിക്കും എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ ഇടയ്ക്ക് വെച്ച് കട്ട് ചെയ്തു ഇയാൾ അഡ്വൈസർ. അയാൾ പറഞ്ഞു, യു ഹാവ് കംപ്ലീറ്റഡ് യുവർ ക്വസ്റ്റ്യൻ, നൗ യു ആർ അൺനെസസറിലി എക്സ്റ്റെൻഡിങ് യുവർ സെൻറ്റൻസ്. പ്രൈം മിനിസ്റ്റർ മേ കൈൻഡ്ലി റിപ്ലൈ. പ്രൈം മിനിസ്റ്റർ റിപ്ലൈ കൊടുത്തു. ഈ വളച്ച് ഇങ്ങനെ കൊണ്ടുപോകുന്ന ചോദ്യമാണല്ലോ. ഒരു ചോദ്യത്തിനുള്ളിൽ ഒരു 15 ചോദ്യം ഒളിപ്പിച്ച് കൊണ്ടുവരുന്ന പരിപാടി. ഈ പരിപാടി അയാൾ സമ്മതിച്ചില്ല. ആദ്യത്തെ ചോദ്യം കഴിയുമ്പോൾ അവിടെ വെച്ച് കട്ട് ചെയ്തു. നിങ്ങളുടെ ചോദ്യം കംപ്ലീറ്റ് ആയി, ഇനി കൂടുതൽ വർത്താനം പറയണ്ട. ആ ചോദ്യത്തിന് മറുപടി. അല്ലെ, പത്രക്കാരെ കാണാത്ത പ്രധാനമന്ത്രിയാണെന്ന് പറയുന്ന ആളുകൾ ഇതൊന്നും അറിയുന്നുമില്ല, പറയേണ്ടവർ പറയുന്നുമില്ല. ഇഫ് യു ഡോണ്ട് സീ ദ തിങ്സ് വാട്ട് ക്യാൻ ഐ ഡു? നിങ്ങൾ ആദ്യമേ തീരുമാനിച്ചു മോദി പത്രക്കാരോട് സംസാരിക്കുന്നില്ല എന്ന് തീരുമാനിച്ചു. എന്നിട്ട് അത് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നടന്നു. ഐ കോണ്ട് ഹെൽപ്പ്, ബട്ട് ഐ ഹാവ് സീൻ ഹിം അഡ്രസ്സിങ് ദ പ്രസ്. ആൻഡ് ഈ പറഞ്ഞ പോലെ ഈ ചന്തയിൽ ഇരുന്ന് വർത്തമാനം പറയുന്ന പരിപാടി ഭൂലോകത്തെങ്ങുമില്ല, ഒരു സ്ഥലത്തുമില്ല. ആരും ഇത് ചെയ്യാറില്ല. ഞാൻ പറയട്ടെ, ഇന്ത്യൻ പ്രസ്സിനെ ബ്യൂട്ടിഫുള്ളായിട്ട് ഹാൻഡിൽ ചെയ്ത ആള് ജയലളിതയായിരുന്നു. ജയലളിത അവർക്ക് 2 ആഴ്ച മുന്നേ ചോദ്യങ്ങൾ എഴുതി കൊടുക്കണം. 6 അടി ദൂരത്തിലേ ഇരിക്കാവുള്ളൂ. ഫോർ സെക്യൂരിറ്റി റീസൺസ് ആണ് പറഞ്ഞത്. 6 അടി ദൂരത്തിലിരുന്ന് സംസാരിച്ചാൽ മതി, അല്ല അടുത്തേക്കൊന്നും വരണ്ട. 2 ആഴ്ച മുന്നേ എഴുതി കൊടുത്ത ചോദ്യങ്ങൾക്ക് ജയലളിത
ആ ഇൻ്റർവ്യൂവിൽ മറുപടി പറയും. ഫിനിഷ്, കഴിഞ്ഞു, പൊക്കോളം പറയും. അവർ ഒരു പത്രക്കാരിയുടെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, ഈസ് ഇറ്റ് നോട്ട് ആൻ ഇഷ്യൂ, ഈ ഒരു വർഗീയ പ്രശ്നമാണ്, അതുകൊണ്ടാണ് ഞാനത് പറയാറ്, ഈസ് ഇറ്റ് നോട്ട് ആൻ ഇഷ്യൂ. ജയലളിത പറഞ്ഞു, യു ആർ മേക്കിംഗ് ആൻ ഇഷ്യൂ, യുവർ ക്വസ്റ്റ്യൻ ഇറ്റ് സെൽഫ് ഈസ് എൻകറേജിങ് ദ ഇഷ്യൂ, ഈസ് ഇറ്റ് നോട്ട്? അപ്പോൾ ഈ പെൺകുട്ടി കരങ്ങി, ഇറ്റ് ഈസ്, ഐ ആം ടെലിങ് യു ഇറ്റ് ഈസ്, ദെയർഫോർ ഐ വിൽ നോട്ട് ആൻസർ ഇറ്റ്. ചില ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ പ്രശ്നമുണ്ടാകും, ചിലത് നമ്മൾ കണ്ടില്ല കേട്ടില്ല എന്ന് വിചാരിച്ചിട്ട്. ഇപ്പോൾ ഈ തമിഴ്നാട്ടിൽ ജാതി സംഘർഷം, സ്റ്റാലിൻ വലിയ ആളൊക്കെയാണ്, സനാതനധർമ്മം ഇല്ലാതെ പോകും. ഏറ്റവും അധികം ജാതി കലാപം നടക്കുന്നത് തമിഴ്നാട്ടിലാണ്, ശ്രദ്ധിച്ചിട്ടുണ്ട്. ഏറ്റവും വലിയ ജാതി വഴക്കുകൾ നടക്കുന്നത് തമിഴ്നാട്ടിലാണ്. അത് സ്റ്റാലിനും സമ്മതിക്കില്ല, ഇവിടെ പിണറായി വിജയനും സമ്മതിക്കില്ല, അയാളുടെ വൈതാളികന്മാരും സമ്മതിക്കില്ല. നിരന്തരം ജാതി കലാപം നടക്കുന്നൊരു സ്ഥലം തമിഴ്നാടാണ്. ഇവർ ജാതിക്കെതിരെ കംപ്ലീറ്റ്, ഇവരുടെ വ്യാഖ്യാനം എന്തായിരുന്നു, സനാതനധർമ്മം എന്ന് പറഞ്ഞാൽ ജാതി വ്യവസ്ഥയാണ്, അതിനെ ഉന്മൂലനം ചെയ്യാനാണെങ്കിൽ എന്തിനാണ് ഈ തമ്മിലടിക്കുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്മൂലനം ചെയ്യാൻ. ഈ സാധനം ജയലളിതയോട് ചോദിക്കാൻ തുടങ്ങിയപ്പോഴാണ് അവർ കട്ട് ചെയ്തത്. കാരണം ജയലളിത അതിൽ എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ചൊല്ലിയാകും അടുത്ത കാലം, ഇല്ലേ? അങ്ങനത്തെ ചോദ്യം ചോദിക്കാമോ പത്രക്കാർ? അത് ചോദിക്കാൻ പാടില്ല. ഇതിൻ്റെ എക്സാമ്പിൾ മൊറാർജി ദേശായാണ്. മൊറാർജി ദേശായി പ്രൈം മിനിസ്റ്റർ ആയിരുന്നപ്പോൾ ശ്രീലങ്കയിൽ വെച്ച് ഒരു പത്രക്കാരൻ ചോദിച്ചപ്പോൾ പുള്ളി നേരെ ഒരു ഉത്തരം പറഞ്ഞില്ല. അപ്പോൾ പത്രക്കാർ പറഞ്ഞു, അങ്ങയുടെ എപ്പോൾ ചോദിച്ചു കഴിഞ്ഞാലും ഒരു വിചിത്രമായ ഉത്തരം കിട്ടും. മൊറാർജി ദേശായി പറഞ്ഞു, അതെ, അത് ഞാൻ മനഃപൂർവ്വം ചെയ്യുന്നതാണ്. കാരണം നിങ്ങൾ എന്നോട് ഇന്ന് തിങ്കളാഴ്ചയാണോ എന്ന് ചോദിച്ചാൽ ഇന്നലെ ഞായറാഴ്ചയായിരുന്നു എന്ന് ഞാൻ പറയുള്ളൂ. ഇന്ന് തിങ്കൾ എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ നിങ്ങൾ അതിനകത്ത് പിടിക്കാൻ പോകുന്നുണ്ട്, അതുകൊണ്ടാണ് നിങ്ങൾ ഈ ചോദ്യം ചോദിക്കുന്നത്. എനിക്ക് പേടിയാണ് നിങ്ങളെ. അദ്ദേഹമാണ് ഈ പോപ്പിൻ്റെ ഉദാഹരണം പറയുന്നത്. പോപ്പ് പോയി ഇറങ്ങിയപ്പോൾ ഉണ്ടായ സംഭവം വെൽ നോൺ ആണ്. അപ്പോൾ ഇത് മൊറാർജി ദേശായി അവരോട് പറഞ്ഞു, നിങ്ങൾ ഇങ്ങനത്തെ ആൾക്കാരാണ്, അതുകൊണ്ടാണ് ഞാൻ ഇന്ന് തിങ്കളാഴ്ചയാണോ എന്ന് ചോദിച്ചാൽ ഇന്നലെ ഞായറാഴ്ചയായിരുന്നു ഉത്തരം തരുന്നത്, ഇതുകൊണ്ടാണ്. അപ്പോൾ ഇങ്ങനെ മാന്യന്മാരെ ഹരാസ് ചെയ്യാനായിട്ട് പത്രസമ്മേളനം ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്. പിന്നെ പത്രസമ്മേളനത്തിൽ ഷൂ എറിയുക, ഇത് ഇന്ത്യയിൽ തുടങ്ങിയ പരിപാടിയാണ്, ഇല്ലേ? ഇതൊക്കെ മര്യാദയാണ്. പ്രധാനമന്ത്രി ഇരിക്കുന്ന പത്രസമ്മേളനത്തിൽ ഏതെങ്കിലും ഒരു കൊഞ്ഞാണിന് ഷൂ എറിയും. ആ ഷൂ എറിയുന്നവനെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കാൻ ഇവിടെ ഇടതുപക്ഷ, മതനിരപേക്ഷ, ജനാധിപത്യ, വർഗ, ബഹുജന, ഡിമാല ഗുണ്ടന്മാർ ചെണ്ടയുമായിട്ട് ഇറങ്ങും. ഷൂ എറിഞ്ഞു, വാ മോദിക്ക് നേരെ ഷൂ എറിഞ്ഞു. മോദിക്ക് നേരെ വിരൽ ചൂണ്ടിയ TN പ്രതാപൻ താൻ ഹീറോയാണെന്ന് അവകാശപ്പെടുന്നില്ലേ? അപ്പോൾ മോദിക്ക് നേരെ ഷൂ എറിഞ്ഞവനോ? ഇതാണ് ഈ പരിപാടിക്കാണ് നിങ്ങൾ വിളിക്കുന്നത്. ഈ ചന്തയിലേക്കാണ് മോദിയെ വിളിക്കുന്നത്. സൗകര്യമില്ല, കൊടുക്കേണ്ടവർക്കെല്ലാം ഉത്തരം കൊടുത്തിട്ടുണ്ട്. പിണറായി വിജയൻ എന്താ ചെയ്യുന്നത്? ഈ എഴുതി കൊടുത്ത ചോദ്യങ്ങളല്ലേ ചോദിക്കാൻ സമ്മതിക്കുന്നുള്ളൂ. അത് കഴിയുമ്പോൾ ശരി എന്ന് പറഞ്ഞ് മുമ്പിൽ ഇങ്ങനെ മൈക്കിൻ്റെ ബട്ടൺ ഞെക്കിയിട്ട് എണീറ്റ് പോകുകയല്ലേ. മൈക്കിനാണെങ്കിൽ പുള്ളിയുമായിട്ട് വഴക്കാണ്, മൈക്കിൻ്റെ മുമ്പിൽ പുള്ളി എന്തോരും ചേരൂല. പക്ഷേ എനിക്ക് തോന്നുന്നത് സമീപകാലത്ത് TG പിണറായിയെ ഇത്രയും നിശിതമായി വിമർശിച്ചത് ഇന്നാണ്. അല്ല, അത് ഒരു അവസരത്തിൽ വിമർശിക്കാമല്ല, ആ അവസരം ഇല്ലാത്തടത്ത് തൊട്ടടുത്തും പിടിച്ചെടുത്ത്. നമ്മുടെ ചില പ്രേക്ഷകർക്ക് പിണറായിയോട് വലിയ മമതയാണ് TGക്ക് എന്നൊക്കെ പറയാറുണ്ട്. അല്ലെ, ഞാൻ അത്തരം പറച്ചിലൊന്നും സി വെൻ ദ മെറിറ്റ് ഈസ് വിത്ത് പിണറായി, വെൽ ഇറ്റ് ഈസ് വിത്ത് പിണറായി. ഇഫ് ദർ ഈസ് നോ മെറിറ്റ്, നോ മെറിറ്റ്. ഇത് പൊതുവെ ആളുകൾക്ക് ഈ മലയാളികളിലൊക്കെ ഒരു കമ്മ്യൂണിസ്റ്റ് മൈൻഡ് ഉണ്ടല്ലോ, അത് എനിക്കില്ല. മാസപ്പടി കേസിലാണ് പിണറായി ഏറ്റവും കൂടുതൽ TG ന്യായീകരിച്ചതെന്നാണ് പറയുന്നത്. അല്ല, അത് അവർക്ക് അറിയില്ല ഏത് സമയത്താണ് ഞാനത് ചെയ്തതെന്ന്. ഈ ഇലക്ഷൻ അനാലിസിസിലും എന്നെ ചീത്ത പറയുന്നവരുണ്ട്. അതെ, ഒരാഴ്ച കഴിഞ്ഞപ്പോൾ മാറിപ്പോയി, ഒരാഴ്ച കഴിഞ്ഞപ്പോൾ സാഹചര്യം മാറി, ഞാൻ മാറ്റി പറഞ്ഞു. എൻ്റെ ഫീഡ്ബാക്ക് അനുസരിച്ചല്ല ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ ആ ഫീഡ്ബാക്ക് ഞാൻ സത്യസന്ധമായിട്ട് പറയും. ഇപ്പോൾ അത് മനസ്സിലാക്കിയാലും മനസ്സിലാക്കിയില്ലെങ്കിൽ അത് പോട്ടെ എന്ന് വെങ്കിൽ ഞാൻ ഇത്തരം ബഹളങ്ങൾ ഞാൻ ശ്രദ്ധിക്കാറില്ല. എന്നെ ഒരുപാട് പേര് ചീത്ത വിളിക്കാറുണ്ട്, അതിലൊരു പുതുമയെ എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ കരയാറുമില്ല. സൈബർ ബുള്ളിയിങ് എന്ന് പറഞ്ഞിട്ട് ഞാൻ കരയാറില്ല ഇന്ന് വരെ. എന്നെ എത്രയോ പേര് ചീത്ത വിളിച്ചു, എന്തൊക്കെ ഇഷ്യൂസിൽ, എന്തെല്ലാം സോഷ്യൽ മീഡിയ ബഹളം നടന്നു. ഐ ഹാവ് നെവർ കംപ്ലൈൻറ്റ് ഓഫ് സൈബർ ബുള്ളി. കാരണം സൈബർ ബുള്ളിങ് എന്നെ ബാധിക്കുന്നില്ല എന്ന് എൻ്റെ ഫേസ്ബുക്കിൽ കുറേ പേര് ചീത്ത വിളിക്കുന്നു. അത് വിളിച്ചോട്ടെ, ഞാനത് വായിക്കാൻ പോകുന്നത് എന്തിനാണ്? എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല സൈബർ ബുള്ളിങ്, സൈബർ അറ്റാക്ക്
എന്നെ അറ്റാക്ക് ചെയ്തത്. എല്ലാവർക്കും കഴിയാത്തൊരു ക്വാളിറ്റിയാണ്. അതിനിപ്പോൾ ക്വാളിറ്റി ഒന്നും വേണ്ട, അതിന് ഇപ്പോൾ സാമാന്യ ബുദ്ധി മതി. ഇപ്പോൾ പ്രത്യേക ഒരു ക്വാളിറ്റി ഒന്നും എനിക്ക് ഉണ്ടായിട്ടില്ല, സാമാന്യ ബുദ്ധിയാണ്. അപ്പോൾ കുറേ പേര് ചീത്ത വിളിക്കും, അത് വിളിക്കുന്നത് എവിടെയാണ്? ഏതോ ആകാശത്തിലെ ഒരു സ്പേസിലാണ്. ഇറ്റ് ഇസ് നോട്ട് സാങ്കല്പിക സ്ഥലത്താണ്. സാങ്കല്പിക സ്ഥലത്താണ്. എന്നെ പക്ഷെ നേരെ ചീത്ത വിളിച്ച ഒരു കക്ഷിയുണ്ട്, അങ്ങനെ ഞാൻ കേസിൽ കൊടുക്കുകയും ചെയ്തു. ബിക്കോസ് ഹി വാസ് എ റെസ്പോൺസിബിൾ പോലീസ് ഓഫീസർ. ഐ സോട്ട് ടു ഇറ്റ്. കാരണം വെറുതെ ഒരു കള്ളുകൂടിയും ചീത്ത പറയുന്ന പോലെ അല്ല. അപ്പോൾ അത് ഞാൻ ഹാൻഡിൽ ചെയ്തു. അതല്ലാത്തത് വിളിച്ചോട്ടെ എന്ന് ഇതിലിപ്പോൾ എന്താ കാര്യം? അതുപോലെ മോഹൻദാസ് പിണറായി വിജയനോട് അടുപ്പമുണ്ട്, അങ്ങേരുടെ സെക്രട്ടറിയാണ്, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട്. ചേരാൻ പോവാണ് ആണോ? അതിപ്പോ എന്താ ശരി, ഒരാൾക്ക് അങ്ങനെ തോന്നി അയാൾ അങ്ങനെ ഇട്ടു, അതായുള്ള സ്വാതന്ത്ര്യമാണ്. ഐ ജസ്റ്റ് ഡോണ്ട് കെയർ ഫോർ സംതിങ്. ഏതായാലും നമ്മുടെ മുഖ്യമന്ത്രി എത്രയും വേഗം തിരിച്ചു വരട്ടെ. വരില്ല, വരില്ല. മുഖ്യമന്ത്രിയാ? എനിക്കതാണ് തോന്നുന്നത്. കാരണം ഈ പോകാനുള്ള വെപ്രാളം കണ്ടു കഴിഞ്ഞാൽ ഉടനെ തിരിച്ചു വരാനുള്ള പ്ലാൻ കാണുന്നില്ല. മുഖ്യമന്ത്രിയാണ്. അതുകൊണ്ടെന്തോ സുല്ലല്ലേ പറഞ്ഞ് എന്തോ പുതിയ ടെക്നോളജിയാണ് അത്, മറ്റേ ആൾക്ക് ജയിലിലിരുന്ന് ഭരിക്കാമെങ്കിൽ ഇവർക്ക് ദുബായിലിരുന്ന് ഭരിച്ചുകൂടെ എന്നൊക്കെ പറഞ്ഞു. ഈ ദുബായിൽ പോയി കടന്നു കളഞ്ഞതാണോ എന്നാണ് എൻ്റെ സംശയം. കാരണം ഈ പരിപാടിയിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ ഒരേ ഒരു മാർഗം ഈ മറ്റേ നമ്മുടെ വിജയ് മല്യയൊക്കെ ഉണ്ടല്ലോ, വിജയ് മല്യ, ലളിത് മോദിയൊക്കെ കടന്ന്, അവരൊക്കെ ആദ്യം കടന്നത് ദുബായിലേക്കാണ്. ഒരാൾ മാത്രം, വിജയ് മല്യ ഇംഗ്ലണ്ടിലേക്കാണെന്നും, ബാക്കിയുള്ളവർക്കെല്ലാം കടക്കുന്നവരുടെ ഫസ്റ്റ് സ്റ്റെപ്പ് ദുബായിയാണ്. അവിടെ നിന്നാണ് പിന്നെ മറ്റു സ്ഥലങ്ങളിലേക്ക്, മക്കാവു ദ്വീപിലേക്ക്, അവിടെ ഇവിടെ കടക്കുന്നത് പിന്നീടാണ്. ഇതെല്ലാം പുകമറയെല്ലാം അവസാനിക്കും, എല്ലാം ട്രാൻസ്പെറന്റ് ആയി. സന്തോഷം, വന്നൊന്ന് ട്രാൻസ്പെറന്റ് ആക്കി തന്നാൽ മതി. കാത്തിരുന്ന് കാണാം. ശരി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.